പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഒരു സങ്കടമുള്ളൊരു വാർത്തയാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ബസ് കയറാൻ വന്ന ഒരു പ്രായമുള്ള സ്ത്രീ, അവർ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിരുന്നു. അവർ 2 വീലർ ഇടിച്ച് ഇപ്പം മരണപ്പെട്ടു. അപ്പം പന്നരത്തിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോയിരിക്കും. നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്ത് 2 മാസം മുമ്പ് 2-3 മാസമെങ്കിലും ആയിട്ടുണ്ട് കോട്ടയം പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇവിടുത്തെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാകുന്നു, ഇവിടെ തന്നെ ബസ് നിർത്തുന്ന മൂലം ഇവിടെ ഒത്തിരി അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കുന്നില്ല. ഇത് പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിന് മുന്നിലെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെയാണ് അപകടം ഉണ്ടായി ഒരാൾ ഇന്ന് മരണപ്പെട്ടത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. എള്ളുകാല സ്വദേശിയായ സാവിത്രിയമ്മ മരുന്ന് മേടിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ ഇവിടെ ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ക്രോസ് ചെയ്തപ്പോഴത്തേനാണ് ബൈക്ക് വന്ന് തട്ടിയത്. ഈ ബൈക്കാണ് തട്ടിയത്. അവിടുന്ന് അന്നേരം തന്നെ ബൈക്കിൻ്റെ ആളും അവിടെയുള്ള ആൾക്കാരും എല്ലാം കൂടെ കൂടി മന്ദിര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആൾ മരണപ്പെട്ടു. ബൈക്ക് ഓടിച്ച ഒരു ചെറുപ്പക്കാരനാണ്, പുതുപ്പള്ളി സ്വദേശി തന്നെയാണ്. പുതുപ്പള്ളി ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതെ അല്ല, ഇവിടെ ഒട്ടും ഇടയില്ല. ഇവിടെ കൊണ്ട് ബസ് നിർത്തുന്നത് നിങ്ങൾ 10 മിനിറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. ബസ് നിർത്തുന്നത് ഇവിടെയാണ് നിർത്തുന്നത്. ഇവിടെ ഇത് കണ്ടോ, അതുകൊണ്ട് നിർത്തുന്നതുണ്ടോ? ഇത് മുഴുവൻ കാട് പിടിച്ചെടുക്കുക ഗ്രൗണ്ട്. ഒരു ബസ് വേ ആയിട്ട് ഉണ്ടാകണം. അത് പഞ്ചായത്ത് എന്താ ചെയ്യാനാ? അവിടെ ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് വരുന്നത് അവിടെ. ഈ ബസ്സുകാരോട് പറഞ്ഞിട്ടുള്ള അവിടെ നിർത്താവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള, പക്ഷേ അവർ നിർത്തത്തില്ല. ബസ്സല്ല ഇവിടെ നിർത്തത്തുള്ളൂ. ഈ 2 വണ്ടിയല്ല ഇവിടെ നിർത്തത്തുള്ളൂ. അതൊക്കെ പഞ്ചായത്ത് പരാതി. ബസ്സുകാരനായിട്ടൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. കാരണം അത് സീബ്ര ലൈനിലാണ് ബസ് നിർത്തിയിരിക്കുന്നത്. കണ്ട് അവിടെ നിർത്തിയാണ് ആളെ കയറ്റിയിരിക്കുന്നത്. നല്ലപോലെ നിയമം അറിയാവുന്ന ഡ്രൈവറാണെന്ന് തോന്നി. അടുത്ത ബസ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ആ ബസ് നിർത്തിയത് സീബ്രയിലാണ്. ഓണറായിട്ട് പോകും. ഇത് പിന്നെ 2 മാസമായി പഞ്ചായത്ത് SPക്ക് പരാതി കൊടുത്തു. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്, ഈ ബസ് അവിടെ നിർത്തണമെന്ന് പറഞ്ഞു. ആ ബസ് സ്റ്റോപ്പിന് ഇവരാരും കേൾക്കത്തില്ല. ഇവിടെ ഇപ്പോൾ ഒരു ബസ് ഇവിടെ നിർത്തും, അതിൻ്റെ തൊട്ട് പുറയിൽ അടുത്ത ബസ് നിർത്തും. ഈ വരുന്ന വണ്ടിക്കാർ ബ്ലോക്കാവും. താക്കോലുണ്ടോ? വണ്ടി ഉണ്ടോ? കിട്ടിയോ? ഇവിടെയാണ് അപകടം ഉണ്ടായത്. ആ സ്ഥലമാണ്. പോലീസുകാർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഒരു വര പോലെ കാണാം. അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. അമ്മയുടെ ചെരുപ്പാണ് അപ്പുറേ കാണുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2-3 മാസം മുമ്പ് രേഖാമൂലം പരാതി കൊടുത്താണ് കോട്ടയത്ത് പോലീസ് അധികാരികൾക്ക്. ഇവിടെ ഈ ബസ് നിർത്തുന്ന മൂലം ഒത്തിരി അപകടം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. ഇതിന് മുമ്പ് ഇവിടെ ഒരു അപകടം ഉണ്ടായി, ഒരാൾ മരണപ്പെട്ടതാണ്. കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇപ്പം എന്തേ കവല കുരുങ്ങി കണ്ടോ, ഇത്രയും വരെ വഴി ബ്ലോക്കായി നിൽക്കുകയാണോ. ഇവിടെ എങ്ങനെ അപകടം നടന്നില്ലല്ലോ അതിശയമുള്ളൂ.
ഇപ്പോൾ അടുത്ത ബസ് വന്ന് നിർത്തുന്നത്, അടുത്ത ബസ് എവിടെയാണ് നിർത്തിയത്? ഇപ്പോൾ ഒരു ബസ് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടതേ, അവിടെ ബസ് സ്റ്റോപ്പ് പോലും അല്ല, അവരെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരോട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് ബിനു പറഞ്ഞു അവിടെ നിർത്തരുത്, ഇപ്പോൾ അവിടെ ഒരു മരണം നടന്നേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ നിർത്തരുതെന്ന് ആ ഡ്രൈവറോട് പറയുക. ബിനുവേ 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 ഇവരോട് എത്ര പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല, പറഞ്ഞിട്ട് കാര്യം. ഇവിടെ വെച്ചാണ് വണ്ടി തട്ടുന്നത്. ഇപ്പോൾ അവിടെ റോഡിൽ ബ്ലഡൊക്കെ കിടക്കുന്നത് കണ്ടോ. അപ്പം ഇവിടെ വെച്ച് അമ്മ വലത്ത് സൈഡിലോട്ട് മറിഞ്ഞ് വീണു, അതുപോലെ തന്നെ ബൈക്ക് ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഇടത്ത് സൈഡിലോട്ട് മറിഞ്ഞ് വീണു. പുള്ളിക്ക് എന്തോ ചെറിയ പരിക്കുണ്ടെന്ന്, പുള്ളിയും കൂടെ കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് അവിടെ മന്നരത്തിലോട്ട് വന്നത്. അന്നേരം തന്നെ ആ കൂട്ടത്തിലെല്ലാം വന്നായിരുന്നു. വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു വണ്ടിക്ക്, പക്ഷേ പെട്ടെന്ന് തലയടിച്ച് വീണ, ഓടി തലയടിച്ച് വീണുകൊണ്ടാണ് മരണം. ഇപ്പം ഈ ബസ് നിർത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്, ബസ് സ്റ്റോപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. അവരോട് പറഞ്ഞപ്പം അവരവിടെ നിർത്തുകയും ചെയ്തു. കണ്ടോ, വല്ല ബ്ലോക്കുണ്ട്. ഇങ്ങനെ വാഹനം നിർത്തുകയാണെങ്കിൽ പുതുപ്പള്ളി കവലയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അത് ബസ്സുകാരും തയ്യാറാകുന്നില്ല, പോലീസ് അധികാരികളും തയ്യാറാകുന്നില്ല. ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ ഈ പ്രശ്നം വീഡിയോ ചെയ്തതാണ്. ഇതുപോലെ പ്രശ്നമാണ്. അപ്പോഴത്തേന് നമ്മുടെ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ജിനു എന്നോട് പറഞ്ഞു എല്ലാ കാര്യത്തിനും സഹകരിക്കുക, ഇവിടുത്തെ ഇതൊന്നും മാറ്റണമെന്നും പറഞ്ഞ് നമുക്ക് നാട്ടുകാർക്കെല്ലാം ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പം ഈ പഞ്ചായത്തുകാർ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ലാതായി പോയി. ഇവിടെ വണ്ടി കൊണ്ട് പെട്ടയ്ക്ക് നിർത്തിയിട്ട് അവിടെ നിർത്തത്തില്ലല്ലോ, വേജിനേഷനോട് നിർത്തത്തില്ല. ഇനിയിപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഇളകുക എന്നുള്ളത്. ഞാൻ മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു വണ്ടി തടയാനൊക്കെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അന്നേരം മെമ്പറുടെ അമ്മ മരിച്ചുകൊണ്ട് അതുകൊണ്ട് അല്ലായിരുന്നു എന്നോട് പറഞ്ഞു നമുക്ക് വണ്ടി തടയാമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾ കണ്ട അടുത്ത കാഴ്ച കണ്ടോ, 3 ബസ് ഒരുമിച്ച് നിർത്തിയിരിക്കുന്നുണ്ട്. ഒരു ബസ് നിർത്തിയിരിക്കുന്ന വഴിയുടെ നടുക്കാണ് കണ്ടോ, അതും സീബ്ര ലൈനയിൽ. അപ്പം മൃതദേഹം മന്ദിരം ഹോസ്പിറ്റലുണ്ടെന്നറിഞ്ഞ് അപ്പം നമുക്ക് മന്ദിരം ഹോസ്പിറ്റൽ വരെ പോകാം. ഇതാണ് മന്ദിരം ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി. അപ്പം ഇവരുടെ ബന്ധുക്കളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം പോലീസ് വന്നിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആയിട്ട് വേണം പോസ്റ്റ്മോർട്ടത്തിന് വിടാൻ വേണ്ടി. അപ്പം കോട്ടയത്തു നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ഇന്ന് കോട്ടയം ജില്ലയിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഞാൻ താമസിച്ചാണ് വന്നത്. സാവിത്രിയമ്മയുടെ മകള് പ്രിയ പാലായിൽ ASI ആണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം 3 മണിയാകുമ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരണം. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡപ്പാക്കി അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സംസ്കാരം നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്.